ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷന് റമദാൻ മനോഹരമായി സഹായിക്കും. വിശുദ്ധമായ റമദാനിൽ എന്തായാലും ഖുർആൻ പാരായണത്തിനും മറ്റു നല്ല കാര്യങ്ങൾക്കും ദിക്ർ, സ്വലാത്ത്, നിസ്കാരം, മറ്റു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം സമയം നാം ചെലവഴിക്കുന്നതുകൊണ്ട് മറ്റു മാസങ്ങളിലുള്ള അത്രയും മൊബൈൽ ഫോൺ, ഗാഡ്ജറ്റുകൾ, ടാബുകൾ, നമ്മുടെ ലാപ്ടോപ്പുകൾ അതിൽ സമയം ചെലവഴിക്കുന്നത് കുറവായിരിക്കും. പലരും ചോദിക്കാൻ അതിനെന്താ ഒരു മാർഗം? റമദാൻ മനോഹരമായൊരു മാർഗം നമ്മുടെ മുമ്പിൽ തരികയാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, റമദാനിൽ ഒരു 30 ദിവസക്കാലം ബോധപൂർവം ഈ ഡിജിറ്റൽ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ മാറ്റിവെച്ചാൽ എന്തായാലും സോഷ്യൽ മീഡിയ, ജോക്ക് ആക്ടിവിറ്റീസ്, തമാശകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം മാറ്റിവെക്കും. ആ കൂട്ടത്തിൽ ഇതെല്ലാം മാറ്റിവെച്ച് റമദാനിന് ശേഷവും ആ ഒരു ശൈലി തുടരാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും റമദാനിന് മുമ്പുള്ള എൻ്റെ ഡിജിറ്റൽ ലോകവും റമദാനിന് ശേഷമുള്ള ഡിജിറ്റൽ അഡിക്ഷനും ഗാഡ്ജറ്റ് അഡിക്ഷനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ബോധപൂർവ്വം ഒരു ശ്രമം നമ്മൾ നടത്തണമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ ഒരു അഡിക്ഷൻ മാറി ഒരു പുതിയ കുറേ സമയം കുറേ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല മനുഷ്യനായി, എനർജിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു ലൈഫ് എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും.